ഒരു കാട്ടിൽ ഭീമൻ എന്നു പേരുള്ള ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു. നീണ്ട കൊമ്പുകളും പർവ്വതം പോലെ ശരീരവുമുള്ള ആനയെ കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം ഭയമായിരുന്നു. സിംഹം, കടുവ, കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ മൃഗങ്ങളെല്ലാം ഈ കൊമ്പനാനയെ പേടിച്ചാണ് കഴിഞ്ഞു പോന്നത്. ഒരിക്കൽ ഒരു സിംഹം ഈ കൊമ്പൻ്റെ അടുക്കൽ ചെന്ന് അവനെ വെല്ലുവിളിച്ചു. "ഹേ ഭീമ, ഞാനാണ് കാടിൻ്റെ രാജാവ്. നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ വനത്തിൽ കഴിയാനാവില്ല." സിംഹം ഗർജിച്ചുകൊണ്ട് പറഞ്ഞു. കോപിഷ്ഠനായ ഭീമനാന സിംഹത്തിന് നേരെ പാഞ്ഞെടുത്തു. തുമ്പിക്കൈകൊണ്ട് സിംഹത്തിൻ്റെ വാലിൽ പിടിച്ച് ഒരൊറ്റയേറ് അകലെയുള്ള ഒരു പാറയിൽ ചെന്ന് വീണ് അതിൻ്റെ കാലൊടിഞ്ഞു. ഈ സംഭവത്തിനു ശേഷം സിംഹങ്ങൾക്കും ആനയെ പേടിയായി. കാട്ടിലെ എല്ലാ സിംഹങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കും ഈ കൊമ്പൻ ഒരു ഭീഷണിയായി മാറി. ഇവനെ ഒതുക്കാൻ എന്താണൊരു വഴി? മൃഗങ്ങളെല്ലാം യോഗം ചേർന്നു. കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞുമുയൽ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. "നമുക്ക് അഹങ്കാരിയായ ഭീമനെ ഒരു പാഠം പഠിപ്പിക്കണം. ഈ വനത്തിനപ്പുറം ഒരു കരിമ്പിൻ തോട്ടമുണ്ട്. ആ കാര്യം അവനോട് പറയാം. അവൻ അവിടെ ചെന്ന് കരിമ്പെല്ലാം തിന്നു തീർക്കും. അപ്പോൾ മനുഷ്യർ അവനെ പിടിച്ചുകൊള്ളും." നല്ല ബുദ്ധി. എല്ലാവരും അത് സമ്മതിച്ചു. മുയൽ അങ്ങനെ ആനയോട് കരിമ്പിൻ തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. കരിമ്പിൻ്റെ മധുരം ആനയെ കുതിപ്പിച്ചു. അവൻ കരിമ്പിൻ തോട്ടത്തിൽ ചെന്ന് കരിമ്പെല്ലാം ഒടിച്ച് ചാപ്പിട്ടു. തോട്ടത്തിലെ കൃഷിക്കാർ ആനയെ കണ്ട് ഭയപ്പെട്ടു. ആന സ്ഥിരം തോട്ടത്തിൽ കരിമ്പുകൾ തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായി. സഹികെട്ട കൃഷിക്കാർ ആന വരുന്ന വഴിയിൽ ഒരു വലിയ കുഴി കുഴിച്ചു. കുഴിയുടെ മുകളിൽ പുല്ലുകളും ചുള്ളിക്കമ്പുകളുമെല്ലാം നിരത്തി. പുറമെ മണ്ണിട്ട് മൂടി. പതിവ് പോലെ ആന കരിമ്പിൻ തോട്ടത്തിൽ വന്നു. ചിഹ്നം വിളിച്ചുകൊണ്ട് വന്ന ഭീമൻ കുഴിയുടെ കാര്യം അറിഞ്ഞില്ല. അഹങ്കാരിയായ ഭീമൻ അങ്ങനെ ആ കുഴിയിൽ വീണു. ഓടിക്കൂടിയ നാട്ടുകാർ വടവും തുടലുമായി വന്നു. നാട്ടിലെ പാപ്പാന്മാരെ വരുത്തി ആനയുടെ കഴുത്തിൽ വടവും ചങ്ങലയുമിട്ട് ബന്ധനസ്ഥനാക്കി കരയ്ക്ക് കയറ്റി. അവർ ആനയെ അനുസരണ പഠിപ്പിച്ചു. അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ കാടു വിറപ്പിച്ച ഭീമനാന മനുഷ്യൻ്റെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അനുസരിക്കാൻ പഠിച്ചു. ഇതറിഞ്ഞ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്കും സന്തോഷമായി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാവൻ മമ ദേവി തേ പദയുഗേ ഭക്തിർദൃഢാ ഭൂയസി സ്യാന്നേത്രേ ച ജപാ പ്രസൂനരുചിരായാസ്ത്വത്തനോർവീക്ഷണേ ആനന്ദാശ്രുപരിപ്ലുതേ വചനമപ്യംബ സ്തവേ ഗദ്ഗദം ചേതസ്ത്വന്മയമംബ പശ്യതു ജഗൽ ത്വന്മൂർത്തിഭാസാരുണം. ഏതാവൻ മമ ദേവി തേ പദയുഗേ ഭക്തിർദൃഢാ ഭൂയസി. എൻ്റെ ദേവി, അവിടുത്തെ 2 പാദങ്ങളിലും എനിക്ക് ഉറച്ചതും വർദ്ധിച്ചതുമായ ഭക്തി ഉണ്ടാകണം. അതായത് ലൗകികമായ കാര്യങ്ങളിലല്ല, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാനുള്ള ഉറച്ച മനസ്സാണ് എനിക്ക് വേണ്ടത്. സ്യാന്നേത്രേ ച ജപാ പ്രസൂനരുചിരായാസ്ത്വത്തനോർവീക്ഷണേ. ജപാപ്രസൂനത്തിൻ്റെ, അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയുള്ള അമ്മയുടെ ആ ദിവ്യമായ രൂപം കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ എപ്പോഴും ആനന്ദം കൊണ്ട് നിറയണം. അമ്മയുടെ തേജസ്സുറ്റ രൂപം കാണാൻ കണ്ണുകൾ എപ്പോഴും കൊതിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആനന്ദാശ്രുപരിപ്ലുതേ വചനമപ്യംബസ്തവേ ഗദ്ഗദം. എൻ്റെ അമ്മേ, അമ്മയെ സ്തുതിക്കുമ്പോൾ ആനന്ദാശ്രുക്കളാൽ എൻ്റെ കണ്ണുകൾ നിറയണം. എൻ്റെ വാക്കുകൾ ഭക്തി കൊണ്ട് ഇടറണം. ഭക്തിയുടെ പരകൂടിയിൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. ചേതസ്ത്വന്മയമംബ
പശ്യതു ജഗൽ ത്വന്മൂർത്തിഭാസാരുണം. അർത്ഥം: എൻ്റെ അമ്മേ, എൻ്റെ മനസ്സ് അമ്മയിൽ ലയിച്ചതായിത്തീരണം. ഈ ലോകം മുഴുവൻ അമ്മയുടെ ചൈതന്യം കൊണ്ട് ചുവന്നു തുടുത്തതായി ദർശിക്കുന്നതിനുള്ള ഭാഗ്യവും എനിക്കുണ്ടാകണം. ലോകത്തെ മുഴുവൻ പരാശക്തിയുടെ ചൈതന്യമായി കാണുവാൻ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേവലം ഭക്തിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് സർവവും ദേവീമയം എന്ന ബോധത്തിനു വേണ്ടിയാണ്. ലോകത്തെ മുഴുവൻ അമ്മയുടെ പ്രകാശമായി കാണുവാനും ആ ദിവ്യമായ ചൈതന്യത്തിൽ സ്വന്തം മനസ്സിനെ ലയിപ്പിക്കുവാനുമുള്ള ഭക്തൻ്റെ ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈശ്വരനിൽ അർപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയെ ഇവിടെ പറയുന്നു. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം, അമ്മയുടെ തേജസ് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നതാണ്. ഈ ചുവപ്പ് നിറം പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തെയും സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഗദ്ഗദം, വാക്കുകൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ, അത് ഭക്തിയുടെ പരകോടിയാണ്. അവിടെ അറിവ് അവസാനിക്കുന്നു, അനുഭവം തുടങ്ങുന്നു. ത്വന്മയം, എൻ്റെ മനസ്സ് അമ്മയിൽ ലയിക്കണം. ഈ പ്രാർത്ഥനയിലൂടെ ഭക്തർ അഹംഭാവം വെടിഞ്ഞ് ഈശ്വരനിൽ ഒന്നാകുവാൻ ആഗ്രഹിക്കുന്നു. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. മൂലാധാര പത്മത്തിൻ്റെ നടുക്കായിട്ട് ഒരു ത്രികോണമുണ്ട്. അത് അഗ്നിമണ്ഡലമാണ്. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗമായ വാഗ്ഭവകൂടത്തിൻ്റെ രൂപമാണ് അതിനുള്ളത്. അമ്മ ദീപം പോലെ അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ 597 മന്ത്രത്തിൽ അമ്മയുടെ ഈ ചൈതന്യത്തെയാണ് നമുക്ക് വാഗ്ദേവതകൾ പരിചയപ്പെടുത്തി തരുന്നത്. ത്രികോണാന്തര ദീപിക എന്നതാണ് ആ മന്ത്രം. ത്രികോണത്തിൻ്റെ അകത്തുള്ള വെളിച്ചം, ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ പദാർത്ഥം. ഈ നാമമന്ത്രത്തിന് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. തന്ത്രരാജത്തിൽ ഇപ്രകാരം കാണുന്നു: നിത്യാനിത്യോദിതേ മൂലാധാരമധ്യേ സ്ഥിപാവക സർവേഷാം പ്രാണിനാം തദ്വദ്ധൃതയേ ച പ്രഭാകര മൂർധനി ബ്രഹ്മരന്ധ്രാധശ്ചന്ദ്രമാശ്ച വ്യവസ്ഥിത തത്രയാത്മകം യേവ സ്യാത് ആദ്യാ നിത്യാ ത്രിഖണ്ഡകം. നിത്യാനിത്യോദിതേ, എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നിത്യമായിട്ടുള്ള ആദിശക്തിയെ, മൂലാധാരമധ്യേ അസ്തി പാവകഃ, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിലെ മൂലാധാര ചക്രത്തിലായിട്ട് അഗ്നി കുടികൊള്ളുന്നു. ഇത് കുണ്ഡലിനി ശക്തിയുടെ പ്രതീകമാണ്. സർവേഷാം പ്രാണിനാം തദ്വദ്ധൃതയേ ച പ്രഭാകര, അതുപോലെ തന്നെ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. ഇത് അനാഹത ചക്രത്തെയും ജീവാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മൂർധനി ബ്രഹ്മരന്ധ്രാധശ്ചന്ദ്രമാശ്ച വ്യവസ്ഥിത, ശിരസിൻ്റെ മുകൾ ഭാഗത്തുള്ള ബ്രഹ്മരന്ധ്രത്തിന് താഴെയായി ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. ഇത് സഹസ്രാര പത്മത്തിലെ അമൃതവർഷിണിയായ ചന്ദ്രമണ്ഡലമാണ്. തത്രയാത്മകമേവ സ്യാദാദ്യാ നിത്യാ ത്രിഖണ്ഡകം. ഈ പറഞ്ഞ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എന്നീ 3 പ്രകാശങ്ങൾ ചേർന്നതാണ് ത്രിഖണ്ഡം. ആദിശക്തിയായ നിത്യദേവിയുടെ ത്രിപുരഭാവത്തെയാണ് ഇവിടെ ത്രിഖണ്ഡകം എന്ന് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തെ ഒരു പ്രപഞ്ചമായിട്ടാണ് തന്ത്രശാസ്ത്രം കാണുന്നത്. ശരീരത്തിലെ 3 പ്രധാന കേന്ദ്രങ്ങളിൽ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ 3 പ്രകാശങ്ങൾ നിലകൊള്ളുന്നു. അഗ്നി
മൂലാധാരത്തിൽ, ശരീരത്തിൻ്റെ താഴെ എന്ന് പറയാം. സൂര്യൻ ഹൃദയത്തിലാണ്, അതായത് നടുക്കായിട്ട് വരും. ചന്ദ്രൻ ശിരസിൽ, ഏറ്റവും മുകളിൽ. ഈ 3 ശക്തികളുടെയും സംഗമമാണ് പരാശക്തി അഥവാ ആദിനിത്യ. ഈ 3 മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് അമ്മയുടെ മന്ത്രങ്ങളും രൂപവുമെല്ലാം. ഈ മന്ത്രത്തിൽ മൂലാധാര പത്മത്തിൻ്റെ മധ്യത്തിലുള്ള അഗ്നിമണ്ഡലത്തെയാണ് ദീപിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അർത്ഥം കൂടി നോക്കാം. മേരു പർവ്വതം 8 കോണുകളോട് കൂടിയതാണ്. ഓരോ കോണിൻ്റെയും രക്ഷകരായി പാലകന്മാരായ ഇന്ദ്രാദികളുടെ നഗരങ്ങളുണ്ട്. സൂര്യൻ മേരു പർവ്വതത്തിന് വലം വയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ സൂര്യൻ ദേവേന്ദ്രൻ്റെ നഗരത്തിൻ്റെ നടുക്കുനിന്ന് വലതുവശം തുടങ്ങി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇന്ദ്രൻ്റെ പുരിയിൽ മുഴുവനായും പ്രകാശം കിട്ടുന്നു. സൂര്യൻ പ്രകാശിക്കാൻ പോകുന്ന തെക്കു കിഴക്ക് അഗ്നിയുടെ നഗരത്തിലും ഇന്ദ്രപുരിയുടെ പുറകിലുള്ള ഈശാനൻ്റെ പുരത്തിലും പ്രകാശം ആ സമയത്ത് കിട്ടുന്നു. യമപുരിയും വടക്കുള്ള കുബേരൻ്റെ നഗരവും പ്രകാശം കുറഞ്ഞ പ്രഭാതം പോലെയും അല്ലെങ്കിൽ സായം സന്ധ്യ പോലെയും ആകുന്നു. തെക്കു പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറും പൂർണ്ണമായിട്ടും ഇരുട്ടായിരിക്കും. 3 നഗരങ്ങളിൽ പ്രകാശവും 2 സന്ധ്യകളും 3 ഇരുട്ടുമായിരിക്കും എന്ന് അർത്ഥം. 3 ത്രികോണം മാതിരി ആണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം പ്രകാശം നൽകി സൂര്യനെ പോലെ ശോഭിക്കുന്ന ദേവി അല്ലെങ്കിൽ സൂര്യൻ്റെ സ്വരൂപത്തോടു കൂടിയ അമ്മ എന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ മന്ത്രത്തിന് അർത്ഥം കിട്ടുന്നു. ഓം ത്രികോണാന്തരദീപികായൈ നമഃ. ഓം ഹ്രീം ത്രികോണാന്തരദീപികായൈ നമഃ. എല്ലാ കാര്യങ്ങളിലും ഉള്ള വിജയം, മനസ്സിന് എപ്പോഴും സന്തോഷം എന്നിവയാണ് ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ. ഈ മന്ത്രം എല്ലാ ദിവസവും സന്ധ്യാനേരങ്ങളിൽ 1 പ്രാവശ്യമെങ്കിലും ഭക്തിയോടുകൂടി അമ്മയോടുള്ള സ്നേഹത്തോടുകൂടി ജപിക്കുന്നവരുടെ കുടുംബത്തിൽ എന്നും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദീപം തെളിഞ്ഞു തന്നെ നിൽക്കും. ദാക്ഷായണി എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത മന്ത്രം. ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ജനിച്ച ദേവി. ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരിൽ പ്രധാനിയായിരുന്നു ദക്ഷൻ. ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് പിതാവും വിഷ്ണു പിതാമഹനുമാണ്. അമ്മ ദക്ഷൻ്റെ പുത്രിയായ സതീദേവിയായി അവതാരം ചെയ്തു. മഹാദേവൻ്റെ പത്നിയായി അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച ദക്ഷൻ്റെ യാഗാഗ്നിയിൽ ശരീരം ഹോമിച്ചുകൊണ്ട് അമ്മ ആദിപരാശക്തിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ സതീദേവിയായി അവതരിച്ച അമ്മയെയാണ് ദേവതകൾ ഈ മന്ത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓം ദാക്ഷായണ്യൈ നമഃ. ഓം ഹ്രീം ദാക്ഷായണ്യൈ നമഃ. ഈ മന്ത്രത്തിൻ്റെ ഗുണദോഷങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഭർത്താവിനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ച ദക്ഷൻ്റെ പുത്രി ആയതുകൊണ്ടാണ് സതീഭാവത്തിലുള്ള അമ്മയുടെ ആ രൂപം യാഗാഗ്നിയിൽ അമ്മ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ടാവാം ഈ നാമം സ്ഥിരമായി ജപിച്ചാൽ അത് അമ്മയ്ക്കിഷ്ടമാകുമോ എന്ന് എൻ്റെ ഗുരുനാഥന് സംശയം ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഗുണഫലങ്ങളൊന്നും അതുകൊണ്ടാവണം അദ്ദേഹം എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുമില്ല. ദൈത്യന്മാരെ ഹനിക്കുന്നവൾ എന്നാണ് ദൈത്യഹന്ത്രി എന്ന അടുത്ത നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഭണ്ഡാസുരനെ വധിക്കുന്നതിനായി ചിദഗ്നിയിൽ നിന്നും ശ്രീ ലളിതാ പരമേശ്വരീ ദേവിയായി അമ്മ അവതരിച്ചു. അതുപോലെ അസുരജന്മങ്ങളെ വധിക്കുന്നതിനായി പല രൂപങ്ങളിൽ അമ്മ അവതരിച്ചിട്ടുണ്ട്. പാർവതീദേവിയിൽ നിന്നും ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിനും അമ്മ അവതാരം ചെയ്തു. യുദ്ധം യദാ യദാ ബാധാ ദാനവോദ്ധാ ഭവിഷ്യതി തദാ തദാവതീര്യാഹം
കരേഷ്യാമ്യരിസംശയം. യുദ്ധം ഇങ്ങനെ ദാനവോത്ഥ ബാധ, ദാനവന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവം. യഥാ യഥാ ഭവിഷ്യതി, എപ്പോഴെല്ലാം ഉണ്ടാകും. തഥാ തഥാ, അപ്പോഴെല്ലാം. അഹം, ഞാൻ. അവതീര്യ, അവതരിച്ചിട്ട്. അരിസംക്ഷയം, ശത്രുനാശം. കരിഷ്യാമി, ചെയ്യും. ദാനവന്മാരിൽ നിന്നും ഇങ്ങനെ ഉപദ്രവമുണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവതരിച്ചുകൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നുണ്ട് എന്ന് ദേവി മഹാത്മ്യത്തിൽ അമ്മ അരുളി ചെയ്യുന്നു. എല്ലാ ദൈത്യന്മാരെയും അമ്മ വധിക്കുന്നില്ല. ആസുരീയമായ സ്വഭാവം ഉള്ളവരെയാണ് അമ്മ നശിപ്പിക്കുന്നത്. ദൈത്യവർഗത്തിൽപ്പെട്ടവരല്ല എങ്കിലും ധർമ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരാണെങ്കിലും അമ്മ അവരെ നശിപ്പിച്ചു കളയും എന്നാണ് സതീദേവിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഓം ദൈത്യഹന്ത്ര്यै നമഃ. ഓം ഓം ഹ്രീം ദൈത്യഹന്ത്ര്यै നമഃ. ശത്രുഭയവും ഉത്കണ്ഠയും ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണിത്. ഒരു നാളികേരത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും കൊഴുപ്പ് കൂട്ടിക്കലക്കി അത് നിറച്ച ശേഷം അരിപ്പൊടിയും ചോറും മഞ്ഞളും ചേർത്ത് കുഴച്ച് അതുകൊണ്ട് തേങ്ങയുടെ ദ്വാരം അടയ്ക്കുക. ഈ നാളികേരവുമായി രാവിലെയും വൈകുന്നേരവും വീടിന് ചുറ്റും 3 പ്രാവശ്യം വീതം പ്രദക്ഷിണം വയ്ക്കണം. അതിനുശേഷം പൂജാമുറിയുടെ വാതിൽക്കലായി അല്ലെങ്കിൽ സന്ധ്യാദീപം തെളിക്കുന്ന സ്ഥലത്തിന് സമീപം വയ്ക്കുക. രാത്രി 7:30 നാഴിക ഇരുട്ടിക്കഴിയുമ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു തൂശനിലയിൽ ഈ നാളികേരം കടുകും ഉപ്പും വിതറി അതിൽ കിഴക്കോട്ട് അഭിമുഖമായി വയ്ക്കുക. ഇലയുടെ തുമ്പ് തെക്കു ദിക്കിലേക്കാണ് വയ്ക്കേണ്ടത്. 2 കൈകളിലും ചെമ്പരത്തിപ്പൂവ് അല്ലെങ്കിൽ കടും ചുവപ്പ് നിറമുള്ള ഏതെങ്കിലും പുഷ്പങ്ങൾ കടുകും ഉപ്പും ചേർത്തുകൊണ്ട് 2 കൈകളിലുമായി എടുത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശത്രുവിൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആത്മാവിനെയും ശക്തിയെയും ഇതിലേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി 7 പ്രാവശ്യം നാളികേരത്തിന് മുകളിൽ ഇടുക. അതിനുശേഷം ശത്രുവിൻ്റെ നാശം ഇതോടുകൂടി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവിട്ടുകൊണ്ട് ആ നാളികേരം പിളർക്കണം. അവിടെ നീളത്തിൽ ഒരു കുഴിയെടുത്ത് അതിൽ ഈ തൂശനിലയും ഈ നാളികേരവും ഇട്ട ശേഷം നന്നായി മൂടുക. മുകളിലായി കടുകും എള്ളും വിതറുക. വീണ്ടും മണ്ണിട്ട് മൂടുക. ഈ പ്രയോഗം ഒരു ശൈവ സന്യാസിയിൽ നിന്നും ലഭിച്ചതാണ്. ഇങ്ങനെ ചെയ്താൽ അതിന് പ്രായശ്ചിത്ത വിധിയും കാണുന്നുണ്ട്. 7 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കുക. അനാഥരായവർക്ക് കഴിയുന്നതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ നൽകുക. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ മന്ത്രമായ ശ്രീമാത എന്ന മന്ത്രം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 1001 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. ഇതുപോലെയുള്ള നിരവധി പ്രയോഗങ്ങൾ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. എത്രയോ പ്രയോഗങ്ങൾ ആരും അറിയാതെ മറഞ്ഞുപോയിരിക്കുന്നു. ഇതിങ്ങനെ ഇപ്പോൾ പറയാനുള്ള കാരണം ഇങ്ങനെയും പ്രയോഗങ്ങൾ ഉണ്ട് എന്നും ദിവ്യവും ശക്തവുമായ ഒരായുധം കൂടിയാണ് എന്ന വസ്തുത എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടിയാണ്. ഇനി ശത്രുദോഷം മാറുന്നതിന് ഈ മന്ത്രം കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. ശ്രീചക്രത്തിന് മുന്നിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് കഴിയുന്നത്ര പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി അർച്ചന നടത്തുക. സിംഹത്തിന് പുറത്ത് ആയുധങ്ങളോട് കൂടിയിരിക്കുന്ന ദുർഗാ ഭഗവതിയെ ഉദയസൂര്യനിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 7 പ്രാവശ്യം 7 ദിവസം ജപിച്ചാൽ ശത്രുദോഷം പമ്പ കടക്കും. ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ചുവന്ന പുഷ്പങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് വടക്കോട്ട് കളയുക. അതിനുശേഷം അസ്തമയ സൂര്യനിൽ ഉഗ്രരൂപിയായ ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് 7 ദിവസം വൈകുന്നേരങ്ങളിൽ ഈ മന്ത്രം ജപിക്കുക. എത്ര കടുത്ത ആഭിചാരദോഷവും ഇതുകൊണ്ട് മാറുന്നതാണ്. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളെ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.